Hello friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് profitability ratios. The term profitability refers to the ability of a firm to earn income. The profitability of a firm can be easily measured by its profitability ratios. Profitability എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള അവരുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റബിലിറ്റി അളക്കാൻ കഴിയും. ആ ഒരു കഴിവ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. രണ്ട് ടൈപ്സിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തുന്നത് ഏത് കൊണ്ടാണ് അതിനെ ബേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. There are two types of profitability ratios. Profitability ratios based on sales. സെയിൽസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ടേൺ ഓവറിനെ അടിസ്ഥാനപ്പെടുത്താതെ നമ്മൾ മുടക്ക് മുതൽ നമ്മുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മെഷർ ചെയ്യും. അപ്പോൾ രണ്ടിലും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് profitability ratios based on sales. These are generally profitability ratios. These are calculated on the basis of sales. Important general profitability ratios are gross profit ratio, net profit ratio, operating ratios, എക്സ്പെൻസസ് റേഷ്യോസ് എക്സെട്ര. ഇതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഒന്നുകൂടി പറയാം: ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, എക്സ്പെൻസസ് റേഷ്യോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ഒരു റേഷ്യോസിനെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഈ റേഷ്യോ വളരെ പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ്. ദിസ് ഈസ് ദി റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. അപ്പോൾ ഈ റേഷ്യോനെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റും അതുപോലെ തന്നെ സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പെർസെൻറ്റേജ് ആയിട്ട് കണ്ടിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രോസ് മാർജിൻ. അതിൻ്റെ മറ്റൊരു പേരാണ്, ഓർത്ത് വെക്കുക, ഗ്രോസ് മാർജിൻ. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്: gross profit ratio equal to gross profit divided by net sales into 100. കാരണം അത് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ പെർസെൻറ്റേജിലാണ്. സ്റ്റാൻഡേർഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. സ്റ്റാൻഡേർഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20 to 25% റേഞ്ചിലാണ് പറയുന്നത്. നെക്സ്റ്റ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. നെറ്റ് സെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രോസ് സെയിൽസിൽ നിന്നും നമ്മൾ സെയിൽസ് റിട്ടേൺസ് ഡിഡക്റ്റ് ചെയ്താലാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ഒന്ന് നെറ്റ് സെയിൽസ് ആണ് വേണ്ടത്, മറ്റൊന്ന് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ആണ് തരുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. പലപ്പോഴും നമുക്ക് അത്തരത്തിൽ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാണുക എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എന്നിട്ട് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. കൂടുതലും ആ രീതിയിൽ നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ പരിചയപ്പെടാം. കമ്പ്യൂട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദി ഫോളോവിങ്: സെയിൽസ് 5,12,000, സെയിൽസ് റിട്ടേൺസ് 10,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 82,000, closing stock 64,400, purchases 3,92,000, purchase returns 8,000. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇതിനടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100.
ദെൻ നെറ്റ് സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 5,12,000 നിന്ന് റിട്ടേൺ 10,000 ഡിഡക്റ്റ് ചെയ്യുക. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5,02,000 നമുക്ക് കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തണം. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുക, എന്നിട്ട് നെറ്റ് സെയിൽസ് എന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് സോൾഡ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് അല്ലേ? നമ്മുടെ പർച്ചേസ് എത്ര ആയിരുന്നു? 3,92,000. ഈ 3,92,000 നിന്ന് നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് റിട്ടേൺസ് അഡ്ജസ്റ്റ് ചെയ്താൽ 3,84,000 അതാണ് ഇവിടെ എടുത്തത്. അപ്പോൾ 82,000 പ്ലസ് 3,84,000 അതായത് പർച്ചേസിൽ നിന്ന് റിട്ടേൺസ് അഡ്ജസ്റ്റ് ചെയ്ത പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 64,400. ആ രീതിയിൽ നമ്മൾ ക്ലോസിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4,01,600 അല്ലേ? 4,01,600 നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് കാണണം. ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് നമുക്കറിയാം എത്രയാണ്? 5,02,000. 5,12,000 റിട്ടേൺ കുറച്ചാൽ 5,02,000 മൈനസ് 4,01,600. ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1,04,00,000 ആണ് കിട്ടുക. ഇനി എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു 1,04,000 ഡിവൈഡഡ് ബൈ 5,02,000. 1,04,00,000 ഡിവൈഡഡ് ബൈ 5,02,000 ഈക്വൽ ടു 20% ആണ് ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ എന്താണ്? സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നമ്മൾ റിസൾട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുക. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവറി 100 ഓഫ് സെയിൽസ്, ഓരോ 100 രൂപൻ്റെ വിൽപ്പനയ്ക്കും ദി ഫേം ഹാസ് ഏൺഡ് എ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 20 രൂപ ഗ്രോസ് പ്രോഫിറ്റിലേക്കും ആൻഡ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി 80. ബാക്കി വരുന്ന 80 എന്താണ്? ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്കുമാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? ഒന്നുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ രണ്ട് രീതിയിൽ നമുക്ക് ഹെഡിലായിട്ട് പഠിക്കാനുണ്ട്. ബേസ്ഡ് ഓൺ സെയിൽസ്, ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ തന്നെ സെയിൽസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. അത് തന്നെ ഒരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സൊല്യൂഷനാണ് ആൻസർ 20%. അപ്പോൾ ഇന്ന് ഇതുകൂടി എടുത്തിട്ട് നമ്മൾ ഇനി നിങ്ങളെ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ക്ലാസ്സുകൾ തുടരുക. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.